ഹായ് നമസ്കാരം. ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്ന റീഡിങ് വിവാഹത്തിന് ശേഷം നിങ്ങളുടെ ലൈഫ് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു റീഡിംഗ് ആണ്. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് എന്ത് സ്പ്രെഡാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നതെന്ന്. മെജീഷ്യൻ, ജസ്റ്റിസ്, 5 ഓഫ് വാണ്ട്സ്, നൈറ്റ് ഓഫ് കപ്സ്, എംപ്രസ്, 9 ഓഫ് കപ്സ്, ക്യൂൺ ഓഫ് പെന്റക്കിൾസ്, എംപറർ. ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നമുക്കിവിടെ മജീഷ്യൻ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഇവിടെ നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് ആണെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിവാഹശേഷവും സ്വന്തം തീരുമാനങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ജീവിതം നയിക്കുവാൻ കഴിയുമെന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത കർമ്മയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് നല്ല പാർട്ണറെ കിട്ടുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ നല്ല കർമ്മകൾ ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് തന്നെ നിങ്ങൾക്ക് നല്ല നല്ല പാർട്ണറെ കിട്ടുന്നതായിട്ടാണ് നമുക്കിവിടെ ഈ ഒരു ജസ്റ്റിസ് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ 5 ഓഫ് വാണ്ട്സും കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ആദ്യകാലം ചില മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാകാം. ഇത് നിങ്ങളുടെ പാർട്ണറിൻ്റെ ഫാമിലിയാണ് കാണിക്കുന്നത്. അതായത് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം, വലിയ പ്രശ്നങ്ങളൊന്നുമല്ല, ചെറിയ തരത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഇതൊരിക്കലും പെർമനൻ്റ് അല്ല എന്ന് കാണിക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ ശരിയായിട്ട് നടക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിലാകുമെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ വളരെയധികം റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ പാർട്ണർ എന്നിവിടെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്കിവിടെ ഈ ഒരു നൈറ്റ് ഓഫ് കപ്സ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെയധികം ആഴത്തിലുള്ള ഒരു ബന്ധമായി മാറുമെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ സോൾമേറ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പാർട്ണർ നിങ്ങളുടെ സോൾമേറ്റ് ആണ് എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. നിങ്ങളുടെ ബന്ധം ഒരു സോൾഫുൾ കണക്ഷനായി മാറുമെന്നും നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മാരേജ് ലൈഫിൽ വളരെയധികം സന്തോഷങ്ങൾ വരുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ റീഡിംഗ് കാണുന്ന ചില വ്യക്തികളുടെയൊക്കെ വിവാഹം ഈ ഒരു അടുത്ത സമയത്ത് കഴിഞ്ഞ വ്യക്തികളായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്കൊരു പ്രഗ്നൻസി ഒക്കെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കുട്ടിയുടെ വരവൊക്കെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ പാർട്ണറിനോടൊപ്പം നിങ്ങളുടെ സ്വപ്നങ്ങളും നടക്കുന്നതായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. നിങ്ങൾ വിവാഹത്തിന് മുമ്പ് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പാർട്ണറിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുമെന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. നിങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം കിട്ടി എന്നൊരു സന്തോഷം നിങ്ങളിൽ ഉണ്ടാകുമെന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ഒരു വിവാഹത്തിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ലൈഫ് തന്നെയാണ് നിങ്ങൾക്ക് ലഭിച്ചത് എന്നുള്ള ചിന്തയിൽ വളരെയധികം സംതൃപ്തിയോടുകൂടി നിങ്ങൾ ഇരിക്കുന്നതായിട്ടാണ് ഈ ഒരു 9 ഓഫ് കപ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ വളരെയധികം സന്തോഷം വളരെയധികം അനുഭവിക്കുമെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ക്യൂൺ ഓഫ് പെന്റക്കിൾസും കിട്ടിയിട്ടുണ്ട്. അതായത് വിവാഹത്തിന് ശേഷമുള്ള നിങ്ങളുടെ ലൈഫ് വളരെയധികം കെയർ നിങ്ങൾക്ക് കൂടുതൽ കിട്ടുമെന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് മുൻപ് നിങ്ങൾക്ക് കിട്ടിയ കെയറിനേക്കാളും കൂടുതൽ വിവാഹശേഷം നിങ്ങൾക്ക് കൂടുതൽ കെയർ കിട്ടുന്ന എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിവാഹത്തിന് ശേഷമുള്ള ആ ഒരു ജീവിതം വളരെയധികം സുരക്ഷിതമാണെന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ മാരേജ് ലൈഫിൽ ഇവിടെ കാണിക്കുന്നത് ഒരു ഇവിടെ നമുക്ക് എംപറർ കിട്ടിയിട്ടുണ്ട്. ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടാകുമെന്നാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് സന്തോഷമാണ്, ഒരു സ്ഥിരതയൊക്കെയാണ് ഈ ഒരു എംപറർ കാർഡിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ മുഴുവനായിട്ട് നോക്കുമ്പോൾ പറയാനായിട്ട് കഴിയുന്നൊരു കാര്യം, ഇവിടെ ചെറിയ വെല്ലുവിളികളൊക്കെ ആദ്യമുണ്ടാകാം. പക്ഷേ ചെറിയ വെല്ലുവിളികൾ എന്ന് പറയുമ്പോൾ ഈ ഒരു 5 ഓഫ് വാണ്ട്സ് ആണ് കേട്ടോ.
അത് ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ. ആ വെല്ലുവിളികളെ നേരിട്ട് മുന്നോട്ട് വരുമ്പോൾ ഒരു സ്ട്രോങ് ഫാമിലി ലൈഫാണ് ഈ ഒരു വിവാഹ ജീവിതത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന റീഡിംഗ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.